മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ഇന്നൊരു കാര്യം പറയാനായിട്ട്. ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ PBSൻ്റെ സമാപനമായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ 8, 9, 10 വയസ്സൊക്കെ പ്രായമുള്ളൂ. അവർ ഓടി വന്ന് എന്നോട് കുറേ നാൾ കൂടിയൊക്കെയല്ലേ കാണുന്നത്, PBSന് ഇച്ചിരി ഗാദറിങ് കൂടുതലല്ലേ. അവർ പറയാം, ആൻറ്റി ഞങ്ങൾ ഫേസ്ബുക്കിൽ ആൻറ്റിയെ കണ്ടു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞു പിള്ളേർ പോലും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. ആ കേക്ക് ഉണ്ടാക്കിയത് ഇഷ്ടമായി, പുഡിങ് ഇഷ്ടമായി, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നല്ല കാര്യമാണ്. ഞാനൊരു ലൈവായിട്ടിരിക്കും, ഒത്തിരി കോണ്ടാക്ട്സ് എനിക്കുണ്ട്. അതാണ് ഞാൻ ഇതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കുമ്പോഴത്. അത് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നത് നന്നായി എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടു. മാമ്പഴത്തിൻ്റെ റെസിപ്പി ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. മാംഗോ ജ്യൂസ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരു മുട്ടക്കാരി ഉണ്ടോ, നല്ല നാടൻ മുട്ട. ഈ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഈ കൂർത്ത ഭാഗം താഴോട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് മുട്ട അറേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ മുട്ട അറേഞ്ച് ചെയ്ത മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുട്ട കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. തണുപ്പിൽ നമ്മൾ ഉടനെ കുക്ക് ചെയ്യാനായിട്ടും മുട്ട പുഴുങ്ങുന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് ആ തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞിട്ട് അത് പച്ചവെള്ളത്തിലോട്ട് ഇടണം. അല്ലാതെ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് പെറുക്കി ഇടരുത്. പച്ചവെള്ളത്തിലോട്ട് ഇട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒരുപോലെ ആക്കണം, വെള്ളത്തിൻ്റെ പോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുന്നവരുണ്ട്. ഒറ്റ വിസിലുകൊണ്ട് മുട്ട വേവിക്കും. പക്ഷെ പതുക്കെ വേവിക്കുന്നതാണ് ഇച്ചിരൂടെ നല്ലത്. ഒരു 5 മിനിറ്റ് കൂടുതൽ മുട്ട തിളപ്പിക്കരുത്. ഒരുപാട് മുട്ട തിളപ്പിക്കുന്നത് മുട്ടയ്ക്ക് നല്ലതല്ല. അതിൻ്റെ രുചിയും അതുപോലെ അതിൽ ചില രാസപ്രവർത്തനങ്ങളും നടക്കും. അതുകൊണ്ട് മുട്ട മിതമായിട്ടുള്ള ടെമ്പറേച്ചറിൽ മിതമായിട്ട് തിളപ്പിക്കാവുള്ളൂ. ഒരു 8 മിനിറ്റ് കൂടുതൽ ഒരിക്കലും വേവിക്കരുത്. ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചൂടുവെള്ളത്തിൽ നിന്നെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ മുട്ടത്തോടും മുട്ടയുടെ അകത്തെ കരുവും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, ആ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ. അപ്പോൾ പൊളിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അതായത് അതിനകത്ത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനുണ്ട്. മുട്ടത്തോടിനകത്ത് ഒരു ചെറിയ മെംബ്രെയിനുണ്ട്. ആ മെംബ്രെയിനോട് കൂടി പൊളിക്കുകയാണെങ്കിൽ മുട്ട പൊളിക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും. അല്ലെങ്കിൽ ചൊറി പിടിച്ച പോലെ, മാന്തി പറിച്ച പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനാണ് ഈ അവിടെയും പൊട്ടിയ മുട്ട, മുറിഞ്ഞ മുട്ട. അപ്പോൾ ഇതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ വരാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് സ്വല്പം നേരം ഇടുക. ആ തണുപ്പ് ആയിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആറുന്നതിന് മുമ്പേ പൊളിക്കുക. നമ്മൾ ഇന്ന് തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ മുട്ട പൊളിക്കാതെ ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ ഇരുന്നാലും കേടാകത്തില്ല. ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ പൊളിക്കാവുള്ളൂ. പൊളിച്ചിട്ട് എടുത്ത് വയ്ക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ മുട്ട പുഴുങ്ങി മുട്ടക്കറിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുട്ടയുടെ വൈറ്റും യോക്കും, വെള്ളക്കരുവും മഞ്ഞക്കരുവും തമ്മിൽ ഇടയിൽ ഒരു കറുത്ത പാട് വരും, ഒരു ഡാർക്ക് വയലറ്റ് കളർ വരും. അത് അത്ര അഭിലഷണീയമല്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടക്കുറവ് വരും. അത് ഒരു കെമിക്കൽ പ്രവർത്തനം, രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഒത്തിരി കെമിസ്ട്രി ടീച്ചേഴ്സും കെമിസ്ട്രി പ്രൊഫസേഴ്സും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ, ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് ഈ 2 കരു, മഞ്ഞയും വെള്ളയും തമ്മിലുള്ള ഇടയിൽ ഈ കറുത്ത പാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ മുട്ട പുഴുങ്ങുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അധികം ഓവറായിട്ട് വേവിക്കുമ്പോഴാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് വേവിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓവറായിട്ട് വേവിക്കുമ്പോഴുണ്ടല്ലോ ഹാർഡാണ്, മറ്റേ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനും നല്ല രുചിയായിരിക്കും. അതുകൊണ്ട് മുട്ട പുഴുങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല മുട്ടക്കറി കഴിക്കാം. ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും.